ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് ഈ സിനിമയ്ക്കെതിരെ, പ്രത്യേകിച്ചും പൃഥ്വിരാജിനെതിരെ, മോഹൻലാലിനെതിരെ വരുന്ന ഈ അക്രമത്തെക്കുറിച്ച് സ്വാതിയല്ലാതെ മറ്റേതെങ്കിലും മാധ്യമ പ്രവർത്തകർ ആ രീതിയിൽ ചോദ്യം ചോദിച്ചിരുന്നു? ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇത്തരത്തിൽ ഈ പ്രചരണങ്ങളെ സംബന്ധിച്ച യാതൊരു ചോദ്യവും മറ്റു മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായില്ല. ഒരു മാധ്യമം മാത്രം ആദ്യഘട്ടത്തിൽ എമ്പുരാൻ സിനിമയിൽ താങ്കളുടെ പ്രതികരണം ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ എത്രത്തോളം ജാഗ്രതയോടെയാണ് ഈ വിഷയം BJP അല്ലെങ്കിൽ മറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് സ്വാതി ഞാനത് ചോദിച്ചത്. കാരണം നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു പത്രസമ്മേളനം നടത്തിയിരുന്നതെങ്കിൽ ഒരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ചോദിച്ചാൽ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഏറ്റെടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ വളരെ വ്യക്തമായി ആ വിഷയത്തിൽ, അതായത് ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച്, സൈബർ ലിഞ്ചിങ്ങിനെക്കുറിച്ച്, ഒപ്പം തന്നെ ഈ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതിനെക്കുറിച്ച് സ്വാതി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ കൂടി ഒരു മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ആ ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ മുനമ്പത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ടാണ് സ്വാതിയോട് അത് ചോദിച്ചത്. അതായത് ഈ വിഷയത്തിൽ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കുമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. താങ്ക് യു സ്വാതി. ഏതായാലും ആ ചോദ്യം ചോദിക്കുകയും ചെയ്തു. അതിന് രാജീവ് ചന്ദ്രശേഖറിന് മറുപടി ഉണ്ടായിരുന്നില്ല. മറ്റു മാധ്യമങ്ങൾ ആ സമയത്ത് അവിടെ മുനമ്പത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ആ വിഷയത്തെ വഴിതിരിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തകർ ഇന്നിപ്പോൾ ഈ നാടിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ഈ ഘട്ടത്തിൽ വിവരങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്ന് നൽകിയത്.